ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫേസ് പാക്കിൻ്റെ വീഡിയോ ആണ്. പക്ഷേ നമ്മുടെ ഓരോരുത്തരുടെ സ്കിൻ ടൈപ്പും പലതരത്തിലാണ് ഇത് റിസൾട്ട് തരിക. അതുകൊണ്ട് തന്നെ എല്ലാവരുടെ സ്കിൻ ടൈപ്പിന് ഇത് റിസൾട്ട് കിട്ടുമെന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ട് കിട്ടും എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഇത് ട്രൈ ചെയ്താൽ മതി. കാരണം എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയത്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എൻ്റെ റിസൾട്ട് കണ്ടിട്ട് നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ട്രൈ ചെയ്യുക കേട്ടോ. അല്ലെങ്കിൽ വെറുതെ നിങ്ങളെ സാധനങ്ങളും ടൈമും ഒക്കെ വേസ്റ്റ് ആവും. ഓരോരുത്തരുടെ സ്കിൻ ടൈപ്പ് ഓരോരോ രീതിയിലാണ് ആക്ട് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ ചെയ്യുന്നത് നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്കിത് ചെയ്ത് നോക്കാം. എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയത്. എൻ്റെ രണ്ട് കൈയും തമ്മിൽ വന്നിരിക്കുന്ന ഡിഫറൻസ് ഞാൻ ഈ വീഡിയോയിൽ കൂടെ തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. അത് കണ്ട് വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു മീഡിയം സൈസോ അല്ലെങ്കിൽ ഈ ഒരു വലുപ്പത്തിലുള്ള ഒരു പൊട്ടാറ്റോ എടുക്കുക, ഉരുളക്കിഴങ്ങ്. അതിനുശേഷം നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് കൊടുത്തതിന് ശേഷം ഒട്ടും വെള്ളം ഇല്ലാണ്ട് ഇത് അടിച്ചെടുക്കണം. ഒട്ടും വെള്ളം ചേർക്കാൻ പാടില്ല കേട്ടോ. ഇത് നന്നായിട്ട് നമുക്കൊന്ന് അടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം. അപ്പോൾ ഇതാ ഞാൻ നല്ല പേസ്റ്റ് മഷി പോലെ അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിങ്ങനെ തന്നെ നിങ്ങൾ നന്നായി അടിച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് നമുക്കതൊരു ഡ്രൈ ആയ ബൗളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പം ഞാനെടുത്ത ഒരു പൊട്ടാറ്റോൻ്റെ വലിപ്പം നിങ്ങൾ കണ്ടല്ലോ. ഏകദേശം ആ ഒരു വലിപ്പത്തിലുള്ള പൊട്ടാറ്റോ എടുത്താൽ മതി. വലിയതൊന്നും എടുക്കണ്ട കേട്ടോ. വലിയതാണുള്ളത് എങ്കിൽ അതിൻ്റെ ഒരു പകുതി മാത്രം എടുത്താൽ മതി. അപ്പോൾ ഞാനിത് കംപ്ലീറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പൊട്ടാറ്റോൻ്റെ നീര് മാത്രം പിഴിഞ്ഞ് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കുക, അല്ലെങ്കിൽ ഇത് ഫുള്ളായിട്ട് എടുക്കുക. അപ്പോൾ അതൊരു എക്സ്ട്രാ പണി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് ഫുള്ളായിട്ട് എടുത്താൽ അതിൻ്റെ അത്രയും ഗുണങ്ങൾ ഫുള്ളും നമുക്ക് കിട്ടും. ഈ പൊട്ടാറ്റോ എന്ന് പറയുന്നത് നമ്മുടെ സ്കിൻ വൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് സഹായിക്കുന്ന ഒരു സാധനമാണ് കേട്ടോ. നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സാധനമാണ് പൊട്ടാറ്റോ. ഒരുവിധം എല്ലാ സ്കിന്നുകാർക്കും ഇത് എഫക്റ്റീവാണ്. ഓയിൽ ആയിക്കോട്ടെ, അതേപോലെ തന്നെ നോർമൽ ആയിക്കോട്ടെ, പിന്നെ ഡ്രൈ സ്കിന്നിനും ഓക്കെയാണ്. പക്ഷേ ഈ സെൻസിറ്റീവ് സ്കിന്നുകാർ എന്ത് പാക്ക് ഇടുന്നേരോ ഒന്ന് അവർ ടെസ്റ്റ് ചെയ്ത് നോക്കിയതിൻ്റെ ശേഷം മാത്രമേ ചെയ്യാവൂ. കാരണം അവർക്ക് പെട്ടെന്നെല്ലാം അലർജി ആകുന്ന ഒരു ടൈപ്പ് സ്കിന്നായിരിക്കും. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂണോളം ഗോതമ്പിൻ്റെ പൊടി ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് 1 മുതൽ 1.5 ടീസ്പൂൺ വരെ ആഡ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ അളവ് എന്ന് പറയുന്നത് നമ്മുടെ ഈ പൊട്ടാറ്റോ ജ്യൂസും ആ ഒരു മിക്സും കറക്റ്റ് ആയിരിക്കണം. പിന്നെ ഞാൻ 1 ടീസ്പൂണോളം കടലപ്പൊടിയാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഗോതമ്പ് പൊടി, കടലപ്പൊടി, പൊട്ടാറ്റോ, ഇത് മൂന്നുമാണ് മെയിനായിട്ട് ഇതിൽ വേണ്ടത്. പിന്നെ ഞാനിനി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ചെറുനാരങ്ങയുടെ നീരാണ്. ഒരു അരമുറി ചെറുനാരങ്ങൻ്റെ നീരും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിനായിട്ടുള്ള സാധനങ്ങൾ എന്ന് പറയുന്നത്. ഇതൊക്കെ എല്ലാവരുടെ വീട്ടിലുള്ള സാധനങ്ങളാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് വിശ്വാസം തോന്നുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ അറിയിക്കണം. ഇനി ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു പരുവം നമ്മുടെ മുഖത്തിട്ടാൽ അത് നമ്മളെ മുഖത്ത് നന്നായി സ്റ്റിക്കായി നിൽക്കുന്ന രൂപത്തിലുള്ള ഒരു കൺസിസ്റ്റൻസിയാണ് ആക്കി എടുക്കേണ്ടത്. അപ്പോൾ ഓരോരുത്തർ എടുത്തിരിക്കുന്ന ആ ഒരു പൊട്ടാറ്റോൻ്റെ ജ്യൂസിൻ്റെ ആ ഒരു മിക്സ് അനുസരിച്ചിട്ടാണ് അതിൻ്റെ കൺസിസ്റ്റൻസി ഉണ്ടാകുക. അപ്പോൾ നിങ്ങൾ ഇതിലേക്ക് ആ കടലപ്പൊടി ഇടുന്ന സമയത്തും ഗോതമ്പിൻ്റെ പൊടി ഇടുന്ന സമയത്തും അത് മനസ്സിലാക്കി ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം കേട്ടോ. അതായത് 1 ടീസ്പൂണ് കടലപ്പൊടിയാണെങ്കിൽ അതേപോലെ തന്നെ 1 ടീസ്പൂണ് ഗോതമ്പ് പൊടി, ആ ഒരു കണക്കിൽ നിങ്ങൾ ഒന്ന് കൺസിസ്റ്റൻസി കീപ്പ് ചെയ്തിട്ട് ഒന്ന് എടുത്ത് റെഡിയാക്കി എടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ ഇത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവാണ് നമുക്ക് വേണ്ടത് കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ ഇത് എൻ്റെ കയ്യിൽ അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. ഒരു കയ്യിൽ മാത്രമേ ഞാൻ അപ്ലൈ ചെയ്യുന്നുള്ളൂ, മറ്റേ കയ്യിൽ ഞാൻ അപ്ലൈ ചെയ്യുന്നില്ല. അപ്പോഴാണ് നിങ്ങൾക്ക് കറക്റ്റ് ഡിഫറൻസ് മനസ്സിലാവുക. അപ്പോൾ ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ നന്നായി കൈയൊക്കെ ഒരു സോപ്പിട്ടിട്ട് കഴുകിയെടുത്തതിന് ശേഷമാണ് നമ്മളിത് അപ്ലൈ ചെയ്യേണ്ടത്. 2 മിനിറ്റ് മസാജ് ചെയ്ത് മുഖത്ത് പിടിപ്പിക്കുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഓരോരോ സ്കിൻ ടൈപ്പിനും ഇത് റിസൾട്ട് കിട്ടുന്നത് മാറ്റമായിരിക്കും. ചിലർക്ക് നല്ല എനിക്ക് കിട്ടിയതിനേക്കാളും അടിപൊളി റിസൾട്ടായിരിക്കും ചിലർക്ക് കിട്ടുക, ചിലർക്ക് റിസൾട്ട് കിട്ടിയെന്നും വരില്ല. അത് സ്കിൻ ടൈപ്പിൻ്റെതും നമ്മൾ ഇതിൽ ആഡ് ചെയ്തിരിക്കുന്ന ഇൻഗ്രീഡിയൻറ്റ് അവരുടെ സ്കിന്നിന് സൂട്ടാവാത്തത് കൊണ്ടുമാണ്. അപ്പോൾ ഇതിൽ മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, നിങ്ങളെ സ്കിൻ ടൈപ്പ് ഏതാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അത് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഹെൽപ്ഫുള്ളായിരിക്കും ആ ഒരു വീഡിയോ. പിന്നെ ഓയിലി സ്കിന്നുകാർക്ക് റോസ് വാട്ടർ, അലോവേര ജെല്ല്, ടൊമാറ്റോ ജ്യൂസ്, പൊട്ടാറ്റോ ജ്യൂസ് എല്ലാം വളരെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ ഡ്രൈ സ്കിന്നുകാരാണെങ്കിൽ അവർക്ക് പാല്, തൈര് ഇതൊക്കെ ആയിരിക്കും കുറച്ചും കൂടിയും സ്യൂട്ടാകുക. നോർമൽ സ്കിന്നുകാർക്ക് പിന്നെ ഒരുവിധം എല്ലാം സ്യൂട്ടാകുന്ന ആൾക്കാരാണ് ഈ നോർമൽ സ്കിന്നുകാർ. പിന്നെ സെൻസിറ്റീവ് സ്കിന്നുകാർ എന്ത് മുഖത്തിടുന്നേരം വളരെയധികം സൂക്ഷിക്കേണ്ടതാണ്. അപ്പോൾ അതെല്ലാം മനസ്സിലാക്കി നമ്മളൊരു ഫേസ് പാക്ക്, അതായത് എൻ്റെ സ്കിന്നിന് ഇത് സൂട്ടാവുമെന്ന് തോന്നുന്ന ഫേസ് പാക്ക് ഇട്ട് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. അപ്പോൾ ഞാനിത് ഒരു 2 മിനിറ്റ് നല്ലോണം മസാജ് ചെയ്ത് കയ്യിൽ പിടിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 2 മിനിറ്റ് മസാജ് ചെയ്ത് പിടിപ്പിക്കണം നിങ്ങൾ. എന്നാൽ മാത്രം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലത്തെ റിസൾട്ട് ഉണ്ടാവും. നന്നായിട്ട് തന്നെ മുഖത്ത് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇനി ഇത് ഡ്രൈ ആകുന്നത് വരെ, ഡ്രൈ ആവുന്ന പറഞ്ഞാൽ നന്നായിട്ട് തന്നെ ഡ്രൈ ആവണം. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം.
അപ്പോൾ ഇത് നിങ്ങളുടെ മുന്നിൽ തന്നെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കഴുകാനുള്ള വെള്ളം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നോർമൽ വാട്ടറാണ് കേട്ടോ. അപ്പോൾ ഇതാ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ആദ്യം നമുക്ക് ഇതെല്ലാം ഒന്ന് തട്ടി കൊടുക്കാം. നമ്മൾ തേച്ചിരിക്കുന്ന ആ ഒരു പൊടികളെല്ലാം ഒന്ന് തട്ടി കൊടുക്കുക. മുഖത്തു നിന്നായാലും കൈമന്നായാലും നിങ്ങൾ അത് ആദ്യം ഒന്ന് തട്ടി കൊടുക്കുക. അതിന് ശേഷം കുറച്ച് വെള്ളം എടുത്തിട്ട് ഒപ്പി കഴുകുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ വെള്ളത്തിൽ ഡയറക്റ്റ് അടിച്ചങ്ങ് കഴുകിക്കളയാൻ പാടില്ല. ഇതേപോലെ ആദ്യം ഒന്ന് റിമൂവ് ചെയ്തെടുത്തതിന് ശേഷം വെള്ളത്തിൽ മെല്ലെ ഒപ്പി കഴുകുക. അപ്പോഴാണ്, അതായത് മസാജ് ചെയ്തുകൊണ്ട് തന്നെ കഴുകുക. അപ്പോഴാണ് നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുക. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എൻ്റെ കൈ എത്രത്തോളം സോഫ്റ്റ് ആകുന്നുണ്ട്, ക്ലിയർ ആകുന്നുണ്ട്, അതുപോലെ തന്നെ എത്രമാത്രം കളറ് വരുന്നുണ്ട്. അത് ഒറ്റ യൂസ്. ഇത് ഞാൻ ഒറ്റ പ്രാവശ്യം യൂസ് ചെയ്തതാണ് നിങ്ങളെ മുന്നിൽ കാണിച്ചു തരുന്നത്. ഇത് ആഴ്ചയിൽ ഒരു 3 ദിവസം നിങ്ങൾ കണ്ടിന്യൂസ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ആ ഒരു കളറ് നിങ്ങളുടെ മുഖത്ത് എന്നും കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. നമ്മൾ ഈ സൂര്യപ്രകാശം ഏറ്റിട്ട് വന്ന കറുത്ത കളറൊക്കെ ആണെങ്കിൽ ഉറപ്പായിട്ട് അത് മാറിക്കിട്ടും. അപ്പോൾ ഞാനിത് ഏകദേശം കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഈ വെള്ളമെല്ലാം തുടച്ചിട്ട് കാണിച്ചു തരാം, 2 കൈയും വെച്ചിട്ട്. അപ്പോഴാണ് നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാകുക അതിൻ്റെ ഡിഫറൻസ് വന്നിരിക്കുന്നത്. ഞാൻ വീണ്ടും പറയണത്, ഒറ്റ പ്രാവശ്യം ചെയ്തിട്ട് ഇത്ര റിസൾട്ട് ആണെങ്കിൽ നിങ്ങളൊരു 3-4 പ്രാവശ്യം വീക്കിലി ചെയ്യുകയാണെങ്കിൽ എത്രമാത്രം റിസൾട്ട് കിട്ടും. അപ്പോൾ നിങ്ങളെ മുന്നിൽ തന്നെ ഞാൻ കഴുകി തുടച്ചതാണിത്. ഇപ്പം നോക്ക്, എൻ്റെ 2 കൈയും തമ്മിൽ നിങ്ങൾക്ക് വ്യത്യാസം വല്ലതും തോന്നുന്നുണ്ടോ? ക്യാമറയിലുള്ളതിനേക്കാളും നേരിട്ടിട്ട് നല്ല വ്യത്യാസമുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, ക്യാമറയിൽ നമ്മളൊരു കാര്യം എടുത്താൽ നമ്മൾ നേരിട്ട് കാണുന്ന അത്ര ക്ലിയർ ഉണ്ടാവില്ല. എൻ്റെ 2 കൈയും തമ്മിൽ ഒരു കൈക്ക് നല്ല കളർ വന്നിട്ടുണ്ട്, അതേപോലെ തന്നെ മറ്റേ കൈയിനേക്കാളും ഒരു ഫ്രഷ് ലുക്കും സ്മൂത്ത് ആയിട്ടും ഉണ്ട്. ഇത് കണ്ട് നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നല്ല യൂസ്ഫുള്ളാണ്. ഈ നിറം കുറവുള്ളതെന്ന് പറഞ്ഞ് സങ്കടപ്പെടുന്നവർക്കെല്ലാം വളരെ യൂസ്ഫുള്ളായ ഒരു പാക്കാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തതിന് ശേഷം അഭിപ്രായം അറിയിക്കുക. ഇങ്ങനെയുള്ള വീഡിയോസ് കാണാൻ ഇഷ്ടപ്പെടുന്നവരാ നിങ്ങളെങ്കിൽ, നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്ന വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യാനാണെങ്കിൽ ഞാൻ ഫ്യൂച്ചറിലിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.